1970 ഫേമസ് ആയ ഒരു റഷ്യൻ ആർട്ടിസ്റ്റാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ മുട്ടകൾ അയാൾ റഷ്യൻ ഗവൺമെന്റിന് ഒരു ഗിഫ്റ്റായിട്ട് നൽകിയതായിരുന്നു. എന്നാൽ റോമിനോവ് അത് കൈക്കലാക്കിയതാണെന്ന് റിപ്ലൈ പറയുന്നു. എന്നാൽ ഇതെല്ലാം റിപ്ലിക്ക് എങ്ങനെ അറിയാമെന്ന് ഗബ്രിയേൽ ചോദിക്കുന്നു. അലക്സിന്റെ അച്ഛനായ വിക്ടർ കൊറോലെൻകോ റിപ്ലിയുടെ മുൻ പാർട്ണറായിരുന്നു. അയാൾ റഷ്യൻ മാഫിയയുമായി നല്ല ബന്ധത്തിലായതുകൊണ്ട് തന്നെ എഗ്ഗിന്റെ കാര്യങ്ങളെല്ലാം അയാൾക്ക് അറിയാമായിരുന്നു. എന്നാൽ അയാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കഥയുടെ ആരംഭത്തിൽ റിപ്ലിയാണ് വിക്ടറിനെ വകവരുത്തുന്നതെന്ന് കാണിക്കുന്നുണ്ട്. വിക്ടറിനെ കൊലപ്പെടുത്തിയ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ച് ഒരു ഗ്യാങ്സ്റ്റർ ഫൈറ്റിലാണ് വിക്ടർ മരിക്കുന്നതെന്ന് റിപ്ലി വരുത്തി തീർക്കുന്നു. അതിനുശേഷമാണ് അലക്സിനെ ഒരു വളർത്തുമകളായി റിപ്ലി ഏറ്റെടുക്കുന്നത്. വിക്ടർ മരിച്ചതിനാലാണ് ഗബ്രിയേലിനെ ഇപ്പോൾ പാർട്ണറാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഒരു പ്രത്യേക കോയിൻ ഗബ്രിയേലിന് കൈമാറുന്നു റിപ്ലി. പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് റഷ്യക്കാർ കൈമാറുന്ന ഒരു കോയിനായിരുന്നു അത്. അതിനുശേഷം ഇരുവരും അവിടുന്ന് മടങ്ങുന്നു. പിറ്റേന്ന് അലക്സിനോട് തോന്നിയ പ്രണയത്താൽ അവളെ കാണാൻ പോകുന്നു ഗബ്രിയേൽ. വക്കീലായ അലക്സിനെ ഒരു പൂ കൊടുത്ത് രാത്രി ക്ലബിലേക്ക് ക്ഷണിക്കുന്നു അയാൾ. ക്ലബിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാകുന്നു. പിറ്റേന്ന് റിപ്ലിയെ കാണാനായി ഒരു ഗോഡൌണിലേക്ക് പോകുന്നു ഗബ്രിയേൽ. അവിടെ വെച്ചാണ് മോഷണത്തിനുള്ള പ്ലാൻ റിപ്ലി തയ്യാറാക്കുന്നത്. ഇന്ന് രാത്രി റോമിനോവിൽ പോലീസുകാർക്ക് വേണ്ടി ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായി ഇരുവരും തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഒരു വ്യാജ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നു അവർ. അതിനുശേഷം റോമിനോവിൽ എവിടെയാണ് ആ എക്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാനും എന്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് നോക്കാനും വേണ്ടി ഒരു ചെറിയ ക്യാമറ റോമിനോവിലെ ഒരു അധികാരിയുടെ കോട്ടിൽ ഘടിപ്പിക്കുന്നു ഗബ്രിയേൽ.